സദ്വേഷണം ഗുരുവിന്റെ 31ാമത് ഗുരുവാണി, അതായത് ഈ ചാനലിൽ 31ാം നമ്പറായിട്ട് അപ്ലോഡ് ചെയ്തിരുന്ന ഗുരുവാണിയെ നോയിസ് റിമൂവ് ചെയ്തുകൊണ്ട്, ഗുരുവാണി ക്ലാരിറ്റിയുടെ കേൾക്കുന്നതിന് വേണ്ടി നോയിസ് റിമൂവ് ചെയ്തുകൊണ്ട് റീ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിന്ന്. അപ്പൊ കേൾക്കുക. സദ്വേഷണം. നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ഭവപാദപരോരം അകമേ കല്ലെങ്കിലും ബ്രഹ്മരയും കർമ്മം ചെയ്തിഞ്ഞതയനായി ഇരിക്കുക ഇതല്ലാതില്ലെന്നും നരവിജയിടാൻ ആസുരം ലോകമുണ്ട് സൂര്യത്താലാവൃതം മോഹമാത്മാത്മകൾ പോകുന്നു മൃതരായതിൽ ഇളകാദേഹമായേറ്റം ജിതമാനസകരമായി മുന്നിലാമതിനെത്താതെ നിന്നുവോ ഇന്ദ്രിയാഗതി അതിനെക്കുന്നു പോകുന്നതോട് അയ്യത്തിനപ്പുറം അതിൽ താണസന്ധനത്തിൽ നദിയിലും സർവകർമ്മവും ഒരു ചടങ്ങ് അനുസരിച്ച് ചെയ്യേണ്ട വഴികൾ ഇരുന്നത് വരെ ഒരു കന്യാസി പരമ്പരയിൽ നടന്നിരിക്കുന്നത് ഋഷി പരമ്പര അല്ലെങ്കിൽ സാധാരണ ഗൃഹസ്ഥാശ്രമികൾ ഉയർന്നു വന്നിട്ട് അവർ ചില മാതൃകാപരമായി കാഴ്ചവെക്കുന്ന സിദ്ധാന്തങ്ങൾ ഈ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ദുർലഭമല്ല, കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇത് കുറെ കാലമായിട്ട് വെറും ഒരു നിസ്സാരമായ സംഭവം പോലെ നമ്മളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ നടന്നിട്ടിരിക്കുന്നു. കുറെ ആളുകൾ താല്പര്യപ്പെട്ട് എന്തൊക്കെ കാണിക്കുകയും ചെയ്യുന്നു. ഇതിന് വേണ്ടത്ര നന്മ പകരുന്നില്ല എന്ന് ഈ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ സംശയം തോന്നിയിട്ട് കാലങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണെന്ന് നമ്മളത് എങ്ങനെ അംഗീകരിച്ച് നടപ്പിലാക്കണമെന്ന് നമുക്കത് നടപ്പിലാക്കാൻ തന്നെ എന്തൊക്കെ വേണമെന്നോ പറയുന്ന ഒരു പരിചയം പല ഗുരുക്കന്മാരും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും വേണ്ടത്ര ഭരിച്ചിട്ടില്ല എന്നുള്ളതിന് കാരണം നമ്മൾ ഇന്ന് വരെ വന്നിരിക്കുന്ന ആചാരക്രമം പല രീതിയിലായി. അത് ശാക്തിയും ശൈവം വൈഷ്ണവം എന്നുള്ള നിലയിൽ ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓരോരുത്തരും ചെയ്ത അത്യധികമായ പ്രയത്നത്തിന്റെ ഫലം കുറേയൊക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാലത്തിനൊത്ത് വിജയിക്കാൻ പാടില്ല. ഒന്ന്, വൈഷ്ണവൻ അത് പൂർത്തിയാക്കും, അങ്ങനെ ശൈവനും ശാക്തിയനും പൂർത്തിയാക്കും. അപ്പൊ ആരും താഴെയല്ല, എല്ലാവരും മുകളിലാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതിന് ഏതിൽ കൂടിയാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് പറയാൻ അറിയാൻ വയ്യ. എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന അങ്ങനെ ഈ പ്രവൃത്തിയുടെ കർമ്മത്തിന്റെ തൂക്കം പലതായിട്ടിരിക്കുമ്പോഴും നമ്മൾ ഒരുമിക്കണമെന്ന് പറയുന്നതിൽ എത്ര ഔചിത്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മള് അതിന്റെ കൂടെ ഏത് പറഞ്ഞാലും മാടങ്കാവിൽ തുള്ളൽ നടത്തുന്നവൻ വരെ അദ്വൈതം കൂട്ടിച്ചേർത്ത് പ്രസംഗിക്കുന്ന പരമ്പരയും വേണ്ടാണ്.
ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല, ചെയ്യിപ്പിക്കുന്നവർക്കും അറിയില്ല, ആർക്കും തന്നെ അറിയില്ല. ചുമ്മാ ഇങ്ങനെ പിന്നെ എന്താണ് ഈ അദ്വൈതം പറയുന്നത്? ഞാനൊരു വിദ്വാനാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതില് ആത്മാർത്ഥമായിട്ട് അവൻ ദ്വൈതിയാണ്. ഈ ദ്വൈതി അദ്വൈതത്തിന് തൂക്കം കൊടുത്താൽ എത്രമാത്രം ഇരിക്കും? അത് ആത്മാർത്ഥമായിട്ട് അവൻ പറയാതിരിക്കുകയാണ് വേണ്ടത്. ഇതത് ചെയ്യില്ല. അവൻ എത്ര ഒരുമിപ്പിക്കാൻ കഴിയും അതെല്ലാം ഒരുമിപ്പിച്ച് വെച്ചിട്ട് അവസാനത്തില് ഒരുമിച്ചൊരു വാക്ക്, ഭഗവാന്റെ ഗർഭത്തിലെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഭാഷ അങ്ങ് പറഞ്ഞു. അപ്പൊ ഇത് ഇവൻ പറയാതെ അറിയാം, ഈ ഗർഭത്തിലെല്ലാം ഉണ്ട്, പുലോകത്തിൽ ഇതെല്ലാം പതിവാ, ഇതൊന്നും പുതുതായിട്ടുണ്ടായതല്ല, പഴയത് തന്നെയാണ്. ഇതിന് ഇപ്പോഴെന്തെങ്കിലും നമുക്ക് നടപ്പിലാക്കാൻ വല്ലതുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്തായിരിക്കണം, അതിനെന്ത് വേണം, എന്ത് വേണ്ട എന്ന് തീർപ്പെടുക്കാൻ വേണ്ടി ഒരു ഒറ്റ വാക്ക് ഉപയോഗിക്കുന്ന പതിവേയില്ല. കഴിഞ്ഞ ഇന്ന് നിലവിലിരിക്കുന്ന ഒരു കൂട്ടിച്ചേർത്തൊരു കുഴപ്പം. മേലിന് എനിക്ക് എന്ത് വേണമെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഉണ്ടെങ്കിൽ വല്ലവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുകയില്ല. അത് പഴയതിനെ കൂടി കൊണ്ടുവന്ന് ചുമന്ന് ഇതിനകത്തോട്ട് ചേർത്ത് ഇതിനെയും കൂടി അങ്ങ് പഠിച്ചത്. ഇതാണ് നമ്മുടെ വേദാന്തത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന തെറ്റ്. നമ്മൾ ആ വഴിക്ക് പോയാൽ ആ വഴിക്ക് തന്നെ പോകും. അതല്ലേ പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലത്തിനൊത്തുണ്ടെങ്കിൽ അതൊന്ന് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വർത്തമാനകാലം ഭൂതകാലത്തിലേക്ക് നീക്കിവിടാതെ വർത്തമാനകാലം ഇനി വരാൻ പോകുന്ന കാലത്തിലേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന സന്ദർഭോചിതമായ പ്രവൃത്തി നമുക്ക് ആവശ്യമുണ്ട്. ഇതില് ഒരു പരിചയം നമുക്ക് നമ്മുടെ കഴിവൊന്നുമില്ല. നിങ്ങൾക്കറിയാം, കുറെ അധികം ആളുകൾക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിന് അധികം പേർക്ക് ഞാനൊന്നും പഠിക്കാൻ പോയിട്ടില്ല. ഈ പഠിത്തത്തിനൊന്നും ഒരു വലിയ തൂക്കം ഞാൻ കഴിച്ചിട്ടില്ല, സത്യം പറയാം. ഞാൻ പഠിക്കാത്തതുകൊണ്ടായിരിക്കും, അത് ഇരുന്നോ. ഞാൻ ഇനി അതിന് വലിയ തൂക്കം കൊടുക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം, ഈ പണ്ഡിതന്മാരും ബുദ്ധിമാന്മാരും ഇത്രയും വലിയ പരിശ്രമശീലന്മാരും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ജനങ്ങൾക്ക് വീണ്ടും പഴയതിന്റെ പൊടിയെടുത്ത് പിടിച്ച് കൊടുത്തിരിക്കുക. അവരിതെന്ത് ചെയ്യണം? അവരീ കൊടിയും പിടിച്ച് പിന്നെയും തലയും കുത്തനാ വീഴണം. അതുകൊണ്ട് അങ്ങനെയുള്ള പാണ്ഡിത്യത്തോട് മമതയില്ല. പിന്നെ ഭരിക്കാൻ വേണ്ടിയുള്ള വിക്രിയ, അതിനോട് മമതയില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും നാളത്തേക്ക് ഇന്ന് അത് ഉണ്ട് തീർത്ത് കളയാതിരിക്കാൻ നാളത്തേക്ക് കർമ്മം കൊണ്ട് നന്നാകാനുള്ള ഒരു കുശലത അവരിൽ വന്നു ചേരാൻ നമ്മൾ ഒട്ടടങ്കം അല്ലെങ്കിൽ ഒന്നടങ്കം പരിശ്രമിക്കുന്ന ഈ വിഷയത്തിൽ സകലമായ ജനങ്ങൾക്കും എന്തെങ്കിലും തരത്തിലൊരു നന്മ കിട്ടണം. ഇന്ന തരത്തിലൊന്ന് പറയാനൊക്കില്ല. എന്ത് തരത്തിലായാലും ആ നന്മയിൽ നിന്ന് അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ നമ്മുടെ പ്രയത്നം, നമ്മുടെ ത്യാഗം, അതിനൊരുമിച്ച് വരുന്ന ഒരു തൂക്കമുണ്ട്. അതെന്താ? നന്മ. ആ നന്മയുടെ തൂക്കം പിൽക്കാലങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു സംശയം വെക്കേണ്ട. നാം ഇപ്പൊ ഒരിടത്തിന്റെ അനുഭവം നീണ്ടകാലം അനുഭവിച്ചാൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ പരമ്പരയ്ക്ക് തന്നെയായിരിക്കും ആ അനുഭവം. എന്നാൽ പോലെ ചുരുക്കത്തിൽ നമ്മൾ പ്രവർത്തിച്ചിടുന്ന ആ വേലയുടെ ഗുണം നമ്മുടെ സന്താനങ്ങൾക്ക് കിട്ടണം. അതാണ് ആരോഗ്യം. അപ്പൊ അതിന് ഏറ്റവും നല്ല ഒരു പരിചയം നമുക്ക് ദൈവത്തിന്റെ കഴിവുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയത് നമ്മൾ കുറച്ചു പേരെ ഉള്ളെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ കുറച്ചു പേരിൽ കൂടി തികഞ്ഞ ഒരു നാളേക്ക് നമുക്ക് കഴിയും. ആ ധൈര്യം നിങ്ങൾക്ക് വേണം. അത് നമുക്ക് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പറഞ്ഞു കിട്ടിയ വാക്കുകളാണ്. ഇത് സത്യവുമാണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ത്രിമൂർത്തി സമ്പ്രദായം സത്യമാണെന്ന് കരുതി പോകുന്നതുകൊണ്ട് ആദ്യം അതിൽ തന്നെ അനുഭവം ഉണ്ടായി. അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി.
അത് സത്യമാണ്. പക്ഷെ അത് ഏത് ഭാഗം വരെ വരും എന്ന് മനസ്സിലായി. അങ്ങനെ അവിടം വരെ വന്നപ്പോൾ അങ്ങ് നിന്നു പോവുകയാണ്. ഇത് പല മഹാന്മാർക്കും മുൻപും പറ്റിയിട്ടുള്ളതായി ചിലതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതില് ഈ അനുഭവം എനിക്കും വന്നു. ഏറ്റവും സ്നേഹമുള്ളവര് എന്നോട് പിണങ്ങുകയും ഇന്നും അങ്ങനെയുള്ള ആ വിശ്വാസികളിൽ തീർത്തും ഇതിലോട്ട് തിരിയാത്തവർക്ക് ചില സംശയങ്ങളും ചില അറിവില്ലായ്മ അവരിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് എന്റെ അനുഭവത്തെ പറ്റി മാനിക്കറിയാൻ കുറെ കൂടി സാക്ഷി വഹിക്കുന്നതായിട്ട് തോന്നുന്നു. ഈ ത്രിമൂർത്തികളുടെ അനുഭവം വന്നതിന് ശേഷം ഇതിൽ നിന്ന് നല്ല വിധത്തിൽ എന്നെ പരിചയമുള്ള അധികം പേർക്ക് അറിയാം. ഞാൻ അതിനെ ചീറ്റ് അടിയും വരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നിടത്തേക്കില്ല. അതെല്ലാം അങ്ങനെ അനുഭവിച്ച് തീർത്ത് അതിനുള്ളിൽ ഈ അനുഭവത്തിൽ നിന്ന് തന്നെ ഈ വാക്കുകളും രൂപത്തിൽ നിന്നുള്ള മറ്റു ചില ക്രിയാമാർഗത്തോടുകൂടിയുള്ള അനുഭവങ്ങളും കിട്ടാൻ ഇടയാൻ. ഇതങ്ങനെ ഒരു 10 കൊല്ലത്തെ നിരന്തരമായ അറിവ് നിന്ന് നമ്മൾ ഇന്നോളം വന്നിട്ടുള്ള വേദാന്തികളെ തന്നെ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരിന്നതാണ്, അത് ഇന്ന രീതിയിൽ അവർക്ക് പറ്റിയതാണ്. ഈ അവസ്ഥ നമുക്ക് പറ്റരുത്. ഇത് പറ്റാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഒരു നല്ല ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. അതിലേക്ക് ഇന്നതൊക്കെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തിരിക്കണം. ഈ അറിവ് ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഈ അറിവ് പഴയവരോട് കൂട്ടിച്ചേർത്ത് വെച്ച് ചെയ്യാൻ നിവർത്തി. എന്നാൽ അവർ ചെയ്തതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ ഒക്കില്ല. ഇതിൽ കുറെയൊക്കെ നമ്മൾ ഒരു മനസ്സില്ലായ്മയോട് സ്വീകരിക്കേണ്ടി വരും. ഇതെന്തുകൊണ്ടാണ്? ജനങ്ങൾ അവർ ചിരിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ അതുപോലെ എടുത്ത് തട്ടിക്കളയാൻ പറ്റും. ആ ചിരിച്ചിരിക്കുന്ന ക്രമക്കേട് വന്നിരിക്കുന്ന എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് കഷ്ടപ്പാടോടെ ഇത് കണ്ടെത്തിയിട്ട് ഇതിനൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇത് എടുത്തു കാണാനും എടുത്തു കാണിച്ച് പഠിക്കാനും ഒരു അവസരം തന്ന ആ മഹശക്തിയോട് നമ്മൾ കടമപ്പെട്ടവർ. നമ്മളെല്ലാവരും തന്നെ ഈ ഭൂലോകത്തുള്ള ഓരോ വ്യക്തികളും കടമപ്പെട്ടവർ. ഇതിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മത്തിൽ, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നമ്മൾ പഠിച്ച് ശീലിച്ചു വന്നിടത്തോളം മനസ്സിലാകുന്നത് ഇനി മനസ്സിലാക്കാനുള്ളതും കൂട്ടിച്ചേർത്തിട്ട് നമ്മളൊരു ശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായി കാണിച്ചു കൊടുക്കുന്നതിന് ഒരു പരിചയം സിദ്ധിച്ച നിലയിൽ നമ്മൾ പോവുക. അതിതാണ് ഈ പറയുന്ന ആണും പെണ്ണും സന്യാസി എന്ന നിങ്ങൾ എന്തോ ഒരു സങ്കല്പം വെച്ചോളും. അതെന്തായാലും നിങ്ങളുടെ ബുദ്ധിക്കോ കഴിവിനൊത്തതാവാം. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വാക്കും വെളിച്ചവുമായിരിക്കുന്ന അനുഭൂതിയായി നമുക്കൊരറിവുണ്ട്. ഈ അറിവ് കലിയുടെ ആരംഭകാലം മുതൽ ഇന്നോളം പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാക്കളുടെ ചരിത്രം എടുത്തു കാണിച്ചു തന്നിരിക്കുക. അതിനുണ്ടായിരുന്ന ഒരു തെറ്റ് വരാൻ, ആ ആശയഗംഭീരന്മാരായ ആളുകളിൽ തെറ്റ് വരാനുണ്ടായ കാരണവും എടുത്ത് കാണിച്ചു തന്നിരിക്കുക. അവർ സ്വയം തെറ്റുകാരല്ല. ഇതിലേക്ക് നിങ്ങൾ വഴുതി വീഴാതിരിക്കാൻ ഞാനാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ആ ബ്രഹ്മനിശ്ചയം തന്നെ പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്യും. അത് വേറൊന്നല്ല, തെറ്റി അതുപോലെയുള്ള പ്രയോഗങ്ങൾ പലതുമുണ്ട്. ഇത് കാണിച്ചു തന്നിട്ടാ പറയുന്ന ഇത് നിങ്ങൾ ചെയ്യണ്ട, ഇത് അബദ്ധമാണ്. ഇന്ന കാരണത്തിൽ അതിനെല്ലാവരും ഈ നല്ലവരൂടി അതിൽ പോയി വീണ് ചിട്ടയിരിക്കുകയാണ്. അത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, ഞാൻ തരികയില്ല എന്ന് തീർത്ത് പറഞ്ഞു. പിന്നെ എന്ത് വേണോ അതുപോലെ ചെയ്യാം. ഈ അപ്പോഴാണ് ആണും പെണ്ണും ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പെണ്ണിന്റെ
ആണിൻ്റേതുമായ പ്രവർത്തന ശൈലിയിലുള്ളത് നന്മ തിന്മ. അത് ത്രിമൂർത്തികൾ വരെ ചെയ്തിരിക്കുന്ന വേദാന്തത്തോട് ചേർന്ന പ്രവൃത്തി, ലൗകികത്തോട് പൂർണ്ണീകരിച്ച പ്രവൃത്തി, ഇത് രണ്ടും ഇങ്ങനെ എടുത്തു കാണിച്ചിട്ട് ഇതിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന സമയത്ത് ഇന്നതുപോലെ ഇത് എടുത്ത് കാണിച്ച് പറഞ്ഞിങ്ങനെ തരിക. ഈ ദോഷത്തെ നമുക്ക് മാറ്റുന്നതിന് ഇന്നതൊക്കെ ചെയ്യണം. അതങ്ങനെ ചെയ്തു, അത് അനുഭവപ്പെട്ടു ഒന്നും എനിക്കതില് സംശയമേ ഇല്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആരോപിക്കുന്നു. ശരിയാണ്. ഇത് ചെയ്ത് അനുഭവപ്പെട്ടതിന് ശേഷം ഇനി നിങ്ങൾ ഇന്നതുപോലെ പ്രവർത്തിച്ച് ഇന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആശ്രമ ഉദ്ദേശത്തിന് ഒരു പൂർണ്ണ രൂപം കൊടുക്കുന്നത്. പക്ഷെ അതിന് ശേഷം പിന്നെ ഈ പ്രവർത്തിച്ചിട്ടുള്ള മൊത്തം അങ്ങനെ മാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോഴ് ചില അന്നുവരെ നടന്നിരുന്ന പെട്ടെന്നുള്ള അനുഭൂതി എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് ഞാൻ രോഗമായിട്ട് വന്നിരിക്കുകയാണ്, എനിക്കത് പെട്ടെന്ന് തീരണം, എനിക്ക് കുറെ പണത്തിന് കുറെ സൗകര്യത്തിന് വന്ന് അത് എനിക്ക് പെട്ടെന്ന് ആ രീതിയിലുള്ള അത് കുറച്ചൊന്നും വാങ്ങി നിന്നിട്ട് ഇതിലേക്ക് മാത്രം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതിങ്ങനെ വെളിയിൽ കാണത്തക്ക രീതിയിൽ ചെറിയ രീതിയിൽ ഒന്നിച്ച് ജീവിച്ചതുകൊണ്ട് ഉള്ളിലാക്കി ഇതിങ്ങനെ നടന്നിട്ടിരിക്കുക. ഇതിന്റെ ഒരു കഷ്ടം പൂർത്തിയായത് ഒരു 3 കൊല്ലത്തിന് മുമ്പ് ഇവിടെ ഒരവസ്ഥ ഉണ്ടായി. അന്നാണ്. പിന്നീട് അത് പൂർത്തിയായത് ഈ അടുത്ത കാലത്ത്. ഞാൻ ഓർമ്മിക്കുന്നില്ല, അതൊരു 2 ഘട്ടം ഉണ്ടായി. ഈ 2 ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇതിനി നിങ്ങള് 3 കൊല്ലത്തിന് മുൻപ് വരെ ആ കാര്യം അങ്ങനെ തീർത്ത് പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും പറയാം, തികച്ച് ഇനി ഒന്നും തന്നെ ബാക്കിയില്ല. കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളെ എടുത്തു കാണാൻ ബാക്കിയില്ല. ഇനി ഇത് കണ്ടല്ലോ, ഇത് അനുഭവിച്ചറിഞ്ഞല്ലോ, ഇത് എങ്ങനെ വന്ന് ഇതിനി എങ്ങനെ നടപ്പിലാക്കണം, ഇതൊന്ന് എടുത്ത് കാണിക്കുന്നു. ഇതിന്റെ ഒരു വശമാണ് ഇപ്പൊ ആണിന്റെ പെണ്ണിലെങ്കിൽ ഇന്നുവരെ വന്നിട്ടുള്ള സന്യാസികൾ പറയുന്നത് വീട്ടിൽ കയറരുത്. വീടായിട്ട് ശങ്കരാചാര്യ എന്റെ അമ്മ കാലം ചെയ്തപ്പോൾ വീട്ടിൽ കയറി വന്നു എന്നുള്ള കാരണത്തിൽ ആ ശരീരം എടുത്ത് മറവ് ചെയ്യാൻ വരെ അടുത്ത അരി വീട്ടുകാരവിടെ വന്നില്ല എന്ന കാരണം സന്യാസിയായിപ്പോയാൽ വീട്ടിൽ കയറിക്കൂടാണ്. അപ്പൊ സന്യാസി ആയിപ്പോയാൽ വീട്ടിൽ കയറിക്കൂടാന്നുള്ള ന്യായത്തില് ഇങ്ങനെ കഴിഞ്ഞു പോയത് കൊണ്ട് എന്താണെന്നുള്ള ഒരു അറിവില്ലാതെ നമ്മളന്ന് ധരിച്ചു പോയത് കൊണ്ട് ആ ശങ്കരപരമ്പരയിലുള്ള സന്യാസം അതിനെ തുടർന്ന് തന്നെ വീണ്ടും ആ ആചാരം സൂക്ഷിച്ചു വന്നിരിക്കുക. ഇതിന്ന് വന്ന് ഓരോ സമുദായത്തിന്റെ വകയായി സന്യാസം അവശേഷിച്ചിരിക്കുക. നായർക്ക് വേണ്ടി നായർ സന്യസിക്കും. അങ്ങനെ ഇവിടെ കേരളത്തിൽ ഓരോ സമുദായത്തിനും അവർ ഓരോരുത്തർ സന്യസിച്ചേ പറ്റൂ. ആ നിലയിലും ദൈവം ഇവിടെ കൊണ്ടുവരാതിരുന്നില്ല. കാരണം ഏറ്റവും വലിയ ബ്രാഹ്മണന്റെ ഇടയിൽ കൊണ്ടുവന്നു സന്യാസം കൊടുത്തു. പക്ഷെ അവനെന്ത് ചെയ്തു? അവന്റെ വകയാക്കി. അന്ന് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു ചെറിയ രാജ്യമാണ്. ഇതിനുള്ള ജനങ്ങൾ കാരണം ഈ കേരളത്തിന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകണം. കുറെ എന്തെങ്കിലും നിലയിലേക്ക് അറിവ് വന്ന് വട ഇന്ത്യയിൽ അങ്ങനെ പരന്ന സ്ഥലത്തോട്ട് ഒരറ്റത്ത് കൊണ്ടുവന്ന് ഇത് കൊടുത്തു. ഇതിങ്ങനെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ 2 സന്യാസിമാരെ കൊണ്ടുവന്ന് കൊടുത്തു. അത് നിങ്ങൾക്കറിയാം. പക്ഷെ ഇതെല്ലാം അവർ ഓരോരുത്തരായിട്ട് അന്ന് ഒരു കൂട്ടർക്ക് വേണമായിരുന്നു, ഒരു കൂട്ടർക്ക് വേണ്ടായിരുന്നു, 2 കൂട്ടർക്കും വേണ്ടായിരുന്നു. ഒരു തരത്തില് എന്താണ് അല്പം അന്ന് തിന്നാനും
അതൊന്ന് അവനെ മക്കളെങ്കിലും തുണി ഉടുപ്പിച്ചെടുക്കാൻ നടക്കാനും സൗകര്യമുള്ളവനെ നരേനൂര് സ്വാമി ആ സമുദായത്തിലുള്ളവർക്ക് വേണ്ടായിരുന്നു. പിന്നെ സത്യന്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഇതുപോലെ പല സന്യാസിമാരും ഇങ്ങനെ ഭാരതത്തിൽ ജനിച്ച പതിവുണ്ട്. അതുകൊണ്ട് അതിലൊരു ഞങ്ങളത് വില വെച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ അവരും ഈ രണ്ടു കൂട്ടരും ഈ കാര്യം കണ്ടതുമില്ല, എടുത്തതുമില്ല. അപ്പൊ ഇത് ഏതാണ്ടൊരു സാക്ഷിത്വം വെച്ച് ആ ബ്രഹ്മമാർഗം ചെയ്തതുപോലെയാണ്. ആദ്യം ഏറ്റവും അറിവുള്ളവന് ചെയ്യാത്തത് കൊണ്ട് അവന്റെ ഇടയിലേക്ക് ഒരു ഗുരുവെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവനെ കൂടി ചെയ്യിപ്പിക്കാൻ നോക്കി. അത് ചെയ്ത് അവൻ ആദ്യം ഇങ്ങനെയാണ് ഈ സമുദായം വെച്ചുകൊണ്ടെങ്കിലും ഇങ്ങനെ താഴോട്ട് വന്ന് താഴെയുള്ള ജനങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി രണ്ടു വശം ആ ബ്രഹ്മശക്തി ചെയ്തു. ഒന്ന് തന്തയില്ലാതെ ജനിപ്പിച്ചു. തന്തയില്ലാതെ ജനിക്കില്ല, എന്നാൽ തന്തയില്ലാത്ത ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്തു. വേറൊന്ന് വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാതെ ആക്കിക്കൊടുത്തു. പോയത് എവിടെയാണ്? വീണ്ടും വട ഇന്ത്യയിൽ പോയി ഈ സംസ്കൃതത്തിന്റെ എല്ലാ വിധത്തിലുള്ള പാണ്ഡിത്യം നേടിയിട്ട് ആ വഴിയിലേക്ക് തിരിഞ്ഞ് തന്റേതായ ഒരു പുതിയ ആശയം കൊണ്ടുവന്നതാക്കുക. സംഗതി ശരിയാണ്. ഇതിൽ കൂടി സന്യാസം ഇവിടെ ശക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, യുക്തമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഈ സവർണ വിഭാഗിത എങ്ങനെ മാറി എങ്ങനെ മാറ്റും ചിന്തിച്ചതേയില്ല. അതങ്ങനെ കളഞ്ഞപ്പോഴാണ് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത ഈ ശൂദ്രവർഗത്തിൽ തന്നെ അത് ഇനി ഒന്ന് നടപ്പിലാക്കിയേക്കാം. പക്ഷെ ഈ ശൂദ്രവർഗം എന്ത് ചെയ്ത് തിന്നാനും ഉടുക്കാനും ഉള്ളവരെല്ലാം സവർണനായി മാറില്ല. വേറെ വേദാധികാരമില്ല. രാജ്യത്ത് ഭരിക്കുന്നതിന് അവന് ഇവന്റെ അധികാരം വേണം. ആര് വേണം? ഈ നൂല് കെട്ടിയിട്ട വർഗത്തിന്റെ അധികാരം ഇല്ലെങ്കിൽ ഇവന് ഭരിക്കാനൊക്കില്ല. അത് എരണ്യഗർഭത്തിൽ സംഭവിപ്പിച്ചിട്ട് ആക്കിയെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ശൂദ്രന്റെ ഇടയിൽ കിട്ടിയിട്ട് ഈ ശൂദ്രൻ ഇതുപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴും മാനക്കേടില്ലാതെ സംസാരിക്കാൻ മാറ്റുവാർത്തിക്കേറുന്നു. ഞാനൊരു സവർണനായി പോയതുകൊണ്ട് എനിക്ക് ജോലിയില്ല. മര്യാദയ്ക്ക് അവനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ എന്ത് പറയും? നീ ഏതാണ് സവർണൻ? നീ എപ്പോഴായി? വേദശാസ്ത്രപ്രകാരമുള്ള അറിവോടുകൂടിയോ അതോ നിയമവിധിയിലുള്ള അറിവോടുകൂടിയോ? നീ എങ്ങനെയാണ് ഇവിടെ സവർണനായത്? അറിയില്ല. അപ്പൊ ഉടുക്കാനും തിന്നാനും വ്യക്തമായി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേ അവൻ കേറി ഇത് സവർണനായിരിക്കുക. ഇതുകൊണ്ട് എന്ത് പറ്റി? ഈ അവർണം കയറി സവർണനായതുകൊണ്ട് നമുക്ക് പറ്റിയ നാശം വളരെ വലുതാണ്. അങ്ങനെയുള്ള ആ സവർണനെന്ന് വിചാരിച്ചവന്റെ വീട്ടിൽ പൂജ നടത്തുന്നതും പൂജ നടത്തിപ്പിക്കുന്നതും എല്ലാം ഈ സവർണനെന്ന് വിചാരിക്കുന്ന ഏറ്റവും മുന്തിയവനെ കൊണ്ടാണ്. ഇവൻ എന്ത് ചെയ്തിരിക്കുന്നു? കഴിഞ്ഞു പോയ ത്രേതായുഗത്തിലും ലോകത്തിലെങ്കിലും നടന്നിരുന്ന ആ ആചാരവിധികളെ തന്നെ ഇവൻ കലികാലത്ത് കൊണ്ടുവന്ന് പൂർത്തീകരിച്ച് നാരദ ഉപനിഷത്തിന്റെ 2 വാക്കുകൾ എടുത്ത് കരികാല എന്താണ് അത് പറയുന്നത്? കരികാലം കലിസന്ധാരണ ഉപനിഷത്ത് എന്ന് പറഞ്ഞ് അതിനൊരു വാചകം കൊടുത്തിട്ട് ഇത് നാരദ ഉപനിഷത്തിലുള്ളതാണ്. നാരദൻ എക്കാലത്ത് ജീവിച്ചിരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കരിയെ സന്ധാരണം ചെയ്യാൻ അതിനൊരു 2 വാക്ക് അതിൽക്കൊണ്ട് രാമനെയും കൃഷ്ണനെയും ചേർത്ത് ഘടിപ്പിച്ചു എന്ന് പറയുന്നത് എന്ത് ഔചിത്യമുണ്ടെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് ഇത് ഈ കാലത്ത് കൊണ്ട് രാമകൃഷ്ണ എന്ന് വിളിച്ച് നമ്മൾ പൂർത്തിയാക്കാൻ നോക്കുക. ഇത് ഏത് വിധത്തിലാണ് ഇത് പൂർത്തിയാക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ഈ പഴയതിനെ പുതിയതാക്കിക്കൊണ്ട്
ഈ അവർണ്ണനെ സവർണ്ണനാക്കിക്കൊണ്ട് ചിത്രീകരിച്ച് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കോലാഹലങ്ങൾ മാറ്റം ചെയ്യാൻ ഒരിക്കലും ഒരുങ്ങുന്നില്ല. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ ഈ അവർണ്ണനെ ഇത്രയും കാലം കൊണ്ടുവന്ന് കൊടുത്ത് കാര്യം അവന്റെ ശൂദ്രവർഗത്തിന്റെ വകയാണെന്ന് തീർച്ചപ്പെടുത്തി മറ്റവൻ വെച്ചിരിക്കുന്നു. സവർണനെന്ന് മുന്തിയവൻ. ആ സവർണനവൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനുവെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന പരമ്പരയുടെ സത്യത്തെ വിചാരിച്ചെങ്കിലും മനു ആണെങ്കിൽ അത് ശൂദ്രന്റെ കാലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ശൂദ്രന് വൈദികയോ ബ്രഹ്മജ്ഞാനോ ഒരുമിച്ച് വരത്തക്ക വിധത്തിലുള്ള ഒരു കർമ്മത്തെ അങ്ങ് കൊട്. അത് നീ എടുത്തിട്ട് നീ ശൂദ്രൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ ആ പദത്തെ നീ സ്വീകരിച്ചോളൂ. ഇത് ചെയ്യാൻ കഴിയില്ല, ചെയ്യില്ല, നിർബന്ധമാണ്. അത് തിരുമേനിയുടെ നൂലിന്റെ പിന്നാലെ നടന്ന് അത് പൂർത്തിയാക്കുക. ഈ സവർണൻ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തേക്ക് സവർണൻ എന്ന് വിചാരിക്കാവുന്ന ഈ അവർണന്റെ പണിയാണിത്. ഇതെങ്ങനെ നടപ്പിലാക്കും? ഇവിടെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ത്രേതായുഗത്തിന്റെ രാജ്യം വരുത്താൻ ഇനി ഇവിടെ കഴിയുമോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊള്ളാം. പക്ഷെ നമുക്ക് ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കഴിയില്ല തന്നെ. നമുക്ക് നല്ല തെളിവായി എന്നാണ് അത് ആണിലും പെണ്ണിലും കൂടി നടപ്പിലാക്കണമെന്ന് ഇത് കാണിച്ചു തന്നിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുക. അപ്പൊ ഈ പെൺവർഗങ്ങളിൽ തികച്ചും ആത്മാർത്ഥത ഉണ്ട്. പക്ഷെ ഇത് വേറൊരു തരത്തിൽ ഇവിടെ ചീത്തയാക്കിയിരിക്കുക. അഗത്തിന് രണ്ട് തരത്തിൽ, ഒരു തരത്തിൽ കുറവുണ്ടവർ. അത് അവരുടെ സ്വാതന്ത്ര്യം മൊത്തത്തിൽ നടത്താൻ ഒക്കാത്ത ഒരു കുറവാണ്. അതിനവർക്ക് രണ്ട് കാര്യം എടുത്തു കൊടുത്തു ദൈവം തന്നെ. ഒന്ന്, ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു കള്ളമാണ് എങ്കിലും അതൊന്ന് പറഞ്ഞോട്ടെ, അത് ഒരു അളവോളം നല്ലതാണ്. പതിവ്രതസ്ഥാനം. വേറൊന്ന് ഒരു മാതൃത്വം. ഏതിനെയും ഒരു മാതൃത്വം കൊണ്ട് വളർത്തിയെടുക്കാനുള്ള ഒരു പരിചയം, ഒരു തഴക്കം. എത്ര അറിവില്ലാത്ത പെണ്ണിന് അങ്ങനെ ഒരു പരിചയം ഉണ്ട്. ഇതവർക്ക് കൊടുത്തിട്ട് ഈ സ്നേഹമയം കൊണ്ട് വളർന്നു വരുന്ന പുത്രന്മാരിൽ എന്താണ് വിത്തായിട്ട് പാകേണ്ടതെന്ന് കാണിച്ചു കൊടുത്തതും അവർക്കാണ്. അത് മുൻ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ ദർശനവശങ്ങളിൽ കൂടി ഈ ബ്രഹ്മനിശ്ചയത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് അവർ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഈ ഋഷിമാരായ ഭാര്യമാർക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആണും പെണ്ണും കൂടി ചേർന്ന് അന്നേ അത് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് പിൽക്കാലങ്ങളെ പരിഷ്കരിച്ച സന്യാസമോ അദ്വൈതമോ അറിവില്ലാത്തവന്റെ സന്യാസ ഏറ്റവും വലിയവനല്ലാതെ ഇതിന്റെ കള്ളം അറിയാൻ വയ്യാതെ അങ്ങനെ രണ്ടാം നാലാം തലമുറ പൊയ്ക്കഴിഞ്ഞാൽ ഇതിന്റെ സത്യത്തെ അങ്ങ് മറക്കും. ഈ പ്രബദ്ധം എന്ന സന്യാസമാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത്. ഇതല്ല എന്ന് കാണിക്കാൻ അതാണ് മുമ്പ് പറഞ്ഞത്. എന്തിനൊക്കെ കൂടി അബദ്ധം വന്നു എന്നിങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പെണ്ണിന് ഉണ്ടായ ആ മഹിമ എങ്ങനെ കളഞ്ഞു, അത് ഭരണകൂടം ഏർപ്പെടുത്തിയ ആളുകൾ പെണ്ണിനൊട്ടും സ്വാതന്ത്ര്യമില്ല എന്ന് മനുവിന്റെ വചനമായി കരുതി. അപ്പൊ ഈ പെണ്ണിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു. ജയിക്കാൻ ഒക്കില്ല. ഈ നഷ്ടപ്പെട്ടതിന്റെ കൂടെ
ഇവളുടെ മക്കൾ എന്ത് പകർന്നു? അറിവില്ലാത്ത ഒരമ്മ പകർന്നു വെച്ച പരിചയങ്ങൾ പൂർണ്ണമായി. ഇന്ന് നമ്മളുടെ അമ്മമാര് എത്ര അറിവുള്ള ഒരു സ്ത്രീയായിരുന്നായിരിക്കും, ഇവരുടെ മക്കള് ഭർത്താവിന് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇത് പറയുമ്പോ കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഇത് സ്ത്രീകളെ വളച്ച് കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അവർക്കൊരു ഒരു പിഴച്ച ബുദ്ധി തോന്നുക. സ്വാതന്ത്ര്യം കൊടുത്തിട്ട് നിനക്ക് വേണ്ട സ്വാതന്ത്ര്യം എന്തായിരിക്കുന്നു, നീ ഇതിന് തെറ്റായി പ്രവർത്തിച്ചാൽ നിന്റെ ആ നാശത്തിനുള്ള വഴി ഇത് തെളിയും എന്നവളോട് പറയാതെ ഇത് കള്ളം ചെയ്തതിന്റെ ഫലമാണ്. ഈ കള്ളം ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് സന്യാസത്തിനും കൂടി പാർപ്പിക്കും. ഈ കള്ളം സത്യമാണ്. ഇത് സന്യാസം ഒന്ന് ധരിപ്പിച്ചിട്ട് വിഷമരുന്നുകൊണ്ട് ശരീരത്തെ സൂചിക്കുന്ന ഒരു പ്രയോഗം കണ്ടുപിടിച്ചിട്ട് ഈ സന്യാസമാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. ഇതാണ് സത്യമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. എന്നിട്ട് അദ്വൈതം പറയുക, ശ്രീശങ്കരന്റെ പരമ്പരയെ പറയുക. അതൊരു പെണ്ണിനെ കണ്ടാൽ അമ്മ യോഗി താമസിക്കുന്ന വീട്ടിൽ അമ്മയും താമസിച്ചൂടാ എന്ന് യോഗികൾ എഴുതി വെച്ചിരിക്കുക. ഇതെല്ലാം ഒരുയാതി കുളിച്ച സന്യാസമാണ്, അറിവ് കൊടുക്കാനുള്ളതല്ലേ. ഇത് ജനങ്ങളിലേക്ക് ഇത് പകർന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ സന്യാസത്തെ പോയില്ല. ഇപ്പൊ അതുകൊണ്ട് നല്ല സാത്വികന്മാർ വഴിയെ നടന്നാൽ ഇതെല്ലാം അറിവില്ലാത്ത ഒരു ഭാഗം അങ്ങനെ, അറിവുള്ള ഭാഗം ഇങ്ങനെയും ധരിച്ച് രണ്ടു തരത്തില്. അപ്പൊ ഇന്ന് ഒരു സന്യാസി വഴിയിലിറങ്ങി നടന്നാൽ അവനെ പൂവില്ലെങ്കിൽ വയറുകയാണ്. ഈ നിലയിലുള്ള ഇത് സമ്പാദിക്കാൻ കാരണം ഈ കള്ളത്തരം കൊണ്ടാണ്. ഇതങ്ങനെയല്ല. ഈ സ്ത്രീ പുരുഷന്മാർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പരമ്പരയായിട്ടാണ് ഇത്. അതാണ് ഇന്നിവിടെ ഈ സ്ത്രീകൾക്ക് വളരെയധികം അവശത അതുകൊണ്ട് വന്നു ചേർന്നിട്ടുണ്ട്. അത് മുഖേന ആൺപിള്ളേര് ഒരാണിന്റെ രൂപത്തിലുള്ള പെണ്ണിന്റെ കൊണ്ടുനടക്കാനുള്ള ഒരു സാധനമായിട്ടാണ് ഇപ്പൊ ആണുങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് പെണ്ണിന് നൂത്തരത്തിൽ പറഞ്ഞ അധികമാവില്ല. പറഞ്ഞ ഞാൻ ഒരു അധികപ്രസംഗം പറയാൻ പോയാണ്, ക്ഷമിക്കാം. പെണ്ണിന്റെ തുമ്പിന് കെട്ടിക്കൊണ്ട് നടക്കാവുന്ന അരിയാതി പത്താക്കി അവളുടെ സാരിയിൽ നിന്ന് പതുക്കെ ഉടക്കി. ഈ നിലയിലുള്ള പുരുഷനും മറ്റേ നിലയിലുള്ള സ്ത്രീകൾ, ഇവരിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങൾ വഴിയിലിറങ്ങി എന്തെല്ലാം കോഴ്ച കാണിക്കില്ല. ഇവനാണ് സഞ്ചരിക്കാൻ വരുന്നത്, ഇവനാണ് മറ്റ് രാജ്യം ഭരിക്കാൻ വരുന്നത്, വീട് ഭരിക്കാൻ വരുന്നത്. എന്തൊക്കെ ഇവന്റെ കയ്യിൽ നിന്ന് പുറപ്പെടുക? വിലകൊടുത്ത് വാങ്ങിച്ചിട്ടല്ല. ഇന്നിപ്പോ നടക്കുന്നത് എന്താണ്? വിലകൊടുത്ത് പഠിച്ച് വിലകൊടുത്ത് കള്ളം വാങ്ങിച്ചു. ഇന്നത്തെ രാജ്യഭരണത്തിന്റെ പൂർണ്ണ രൂപ ഇതാണ്. അപ്പൊ ഈ നിലയിലുള്ള അറിവ് സമ്പാദിപ്പിച്ചന്മാർ കെട്ട വേലയുടെ പൂർണ്ണ രൂപം. അതുകൊണ്ട് ഇതിലേക്ക് പോകാതിരിക്കാൻ ഒരു പരമ്പരാഗതമായ മാർഗത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞുപോയ പിതൃക്കളുടെ, ദേവന്മാരുടെ, പ്രവാചകന്മാരുടെ, ഗുരുക്കന്മാരുടെ പരമ്പരകളെ ഇങ്ങനെ എടുത്തു കാണിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന കെടുതികളുടെ ആ തൂക്കത്തിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അത് ഇവിടെ ചെയ്ത് ഒരു മുക്കാലുമായിട്ടുണ്ട്. ഈ കാൽപ്പാകം ചെയ്യാനും ഇത് പൂർത്തിയായാൽ തന്നെ ഇതിന് എടുത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു പഴക്കം വേണം നമുക്ക്. ഇന്ന് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ കിട്ടിയ തേങ്ങായി വിട്ടുകൊണ്ട് ഉരുട്ടിയ അങ്ങനെ നടക്കില്ല. ഇതിന് ഈ പഴക്കം സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ പെണ്ണിൽ വാങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ രക്ഷകർത്താക്കളെന്ന്, മാതാപിതാക്കളെന്ന്, അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധത്തിൽപ്പെട്ട
പരമ്പര എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്തെല്ലാം പ്രയത്നം വേണം, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉപയോഗിച്ച് ഇതിനെ നേരെയാക്കണം, ഇതിനെല്ലാം തയ്യാറാണെന്ന് കാണിക്കുന്ന ഒരു പൂർണ്ണ ശക്തിവിശേഷമായ പ്രവർത്തനം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞിന് ആവശ്യമാണ്. ഇതാണ് പെണ്ണ് ചെറുത് വലുത് ഭേദമില്ലാതെ പ്രവർത്തിച്ചെടുക്കുന്നതിന് ഏറ്റവും അറിവില്ലാത്ത ഇതിൽ കൂടിയ ഒരു താഴ്ത്തപ്പെട്ട പരമ്പര നിങ്ങൾ ലോകത്ത് നോക്കി കാണുന്നു. കാരണം ശൂദ്രവർഗം അതിൽ ഏറ്റവും അറിവില്ലാത്ത വീടുകളും അറിവില്ലാത്ത അച്ഛനും അമ്മയും ആയിരിക്കുന്ന അതിന്റെ പരമ്പരയായിരിക്കുന്ന സന്താനങ്ങളാണ് ഇവിടെ ഇതിനായിട്ട് ഒരുമ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനേക്കാൾ താഴത്തിടയിലുള്ള ഒരു പരമ്പര നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ജീവിതത്തിൽ. ഇത് പറയുമ്പോൾ ഒരു അധികമായി നിങ്ങൾ ധരിക്കാതിരിക്കുക. അല്ല, ഇല്ലാത്തതില്ലാന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അത് നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വലിയ സത്യമാണ്. എനിക്കില്ലാത്തതില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ്. അതാണ് നിങ്ങൾ സത്യമായിട്ട് എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എടുക്കും. ഈ ആണിന്റെയും പെണ്ണിന്റെയും ധൈര്യം അതായിരിക്കണം. എന്തിനു വേണ്ടി? എന്റെ പിതൃക്കൾക്ക് വേണ്ടി. ഒന്ന്, എന്റെ പൂർവ്വന്മാരായിരുന്ന കർമ്മവിധന്മാർക്ക് വന്നുപോയിട്ടുള്ള തെറ്റിനെ എടുത്തു കാണിച്ചു വന്ന എനിക്ക് ഇത് തീർക്കാൻ കഴിയും, ഞാൻ തീർക്കും എന്നുള്ള വാശിയിലുള്ള ധൈര്യത്തോടുള്ള പ്രവൃത്തി. അതിന് നിങ്ങൾക്ക് സ്നേഹവും മതിയും അതിൽപ്പെട്ട ത്യാഗവും മാത്രമേ ഉറവൂ, മറ്റൊന്നും നിങ്ങൾക്ക് ഉറവില്ല. ഈ ത്യാഗത്തിന് നിങ്ങൾക്ക് ധൈര്യമില്ല, പരമ്പരയില്ല, ക്ലേശമില്ല, ക്ലേശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനു വേണ്ടി എല്ലാ തരത്തിലും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു വേലയുടെ ചെറിയ പങ്കാണ് ഇന്ന് നമ്മൾ ഈ 10 ദിവസമായിട്ട് ഇങ്ങനെ കാണിച്ചു വരുന്നത്. അപ്പൊ ഇതില് 10 സ്വഭാവത്തിൽ നിങ്ങൾക്ക് തരിക. ഒന്ന്, കർമ്മത്തിന്റെ വിഭാഗം. വേറൊന്ന് ജ്ഞാനത്തിന്റെ വിഭാഗം. വേറൊന്ന് യോഗം കൊണ്ട് ഭക്തി കൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താവസ്ഥ, എന്ത് സുഖത്ത. ഇത് ഇത്രയും പെരുക്കിയെടുത്ത് ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ്. ഈ 4ലും കൂടി വരുത്തി നമ്മളെ കാണിച്ചു വന്നിരിക്കുന്ന രഹസ്യവും അത് മറ്റൊന്നല്ല. നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം, എപ്പോഴും പറയുകയും ചെയ്യുന്നതാണ്. പക്ഷെ അത് നിങ്ങൾ മാനിച്ചു പോയിട്ടില്ല എന്നത് ഒരു സത്യം നിങ്ങൾ മറന്നു പോകുന്നു. എന്താണ്? ഗുരുവിനെ മാനിച്ചിരുന്നെങ്കിൽ ശങ്കരാചാര്യൻ ഇവിടെ ഇങ്ങനെയല്ല, തറച്ചു പറ്റി മന്ത്രികുലങ്ങൾ ഇങ്ങനെയല്ല, 18 സിദ്ധന്മാർ ഇങ്ങനെ വരാറില്ല. ശ്രീകൃഷ്ണനെ പറ്റി ഇങ്ങനെ നമ്മൾ ധരിക്കാൻ ഇടയാവില്ലായിരുന്നു. ഇങ്ങനെ ഈ ത്രിമൂർത്തിയുണ്ട പരമ്പരയെ പെടുത്തിക്കൊണ്ട് ഇതിന്റെ വാലായിട്ട് മറ്റുള്ളതിനെല്ലാം കെട്ടി മുടഞ്ഞ് അതിന്റെ കീഴിൽ കൊണ്ട് വെച്ചിട്ട് കാലങ്ങൾക്ക് വലിപ്പം കൊടുക്കാതെ എക്കാലവും ഇതിന്റെ കീഴിൽ മുടഞ്ഞു പോയ വിദ്വാൻമാരുടെ ആ കൊണ്ടുപിടുത്ത കളിയാണ് ഈ അവസരം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മുൻപ് കാണിച്ച വിദ്വാൻമാരെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് നിങ്ങളിൽ ജനിച്ച് വളർന്നു വരുന്ന സന്താനങ്ങൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കളിക്ക് എന്ത് വേണം എന്ത് വേണ്ട, സത്യയുഗത്തിലേക്ക് നമ്മുടെ പരമ്പര എത്തിച്ചേരുന്നതിന് എന്തൊക്കെ കർമ്മഗതി നമുക്ക് വേണം വേണ്ട എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് അതിനെ ശക്തമായി കർമ്മത്തിൽ കൊണ്ടുവന്ന് പൂർത്തിയാക്കലാണ് ഈ ഉദ്ദേശം. ഇതാണ് ഈ അനുഭവം. അപ്പൊ നിങ്ങൾ ഇന്ന് കേട്ടിരിക്കുന്നത് സന്യാസി വീട്ടിൽ കയറിക്കൂടാ, ഇല്ല വീട്ടിൽ കയറണം, നാട്ടിൽ സന്യാസി ഇരുന്നുകൂടാ, വേണ്ട നാട്ടിൽ തന്നെ ഇരിക്കണം. ചുമ്മെങ്കിലും നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് അങ്ങനെ സന്യാസി ഇങ്ങനെ സന്യാസി എന്നും പറഞ്ഞ് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം സന്യാസി. ഒരു കൂട്ടരെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? സന്യാസി വെറും തെണ്ടി. നിങ്ങൾ ആ പരിചയക്കുറവുകൊണ്ട് വന്നതാണ്.
സന്യാസി എന്ന് വെച്ചാൽ നിങ്ങൾ ആരും തെണ്ടിയല്ല. സന്യസിച്ചവൻ ധന്യനെന്ന എല്ലാത്തിനും ഒരു അറിവുള്ളവനാണ്. അവൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും ഒന്ന് പറയാൻ പാടും. അപ്പൊ അങ്ങനെയുള്ള ധന്യൻ നിങ്ങളുടെ മുമ്പിൽ തെണ്ടിയൻ. ഈ ധന്യത നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ആണോ പെണ്ണോ നിങ്ങളുടെ വീട്ടിൽ സന്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ വീടോടെ കരഞ്ഞു കളയുന്ന ചില, എന്ത് പറയാനാണ് അവരെ പറ്റി? കരഞ്ഞു കളഞ്ഞ മാത്രമല്ല, എന്തെല്ലാം ചീത്ത അവിടെ ആഘോഷിച്ച് വിലപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം ചെയ്യാവുന്ന ഒരു അറിവ് കേട്ടാൽ പരമ്പരയുടെ ഉടമയായി മാറിക്കഴിഞ്ഞു. ഏറ്റവും അറിവ് കെട്ടവരെന്ന് പറയുന്ന ബ്രിട്ടീഷുകാര് എന്താണെന്ന് വെച്ചാൽ അവരെ പോലെ ഇത്ര അക്രമത്തിൽ മുന്നോട്ട് വന്നവരാരും തന്നെയില്ല. അങ്ങനെ അറിവുകാരിന്റെ ഉടമ സ്വീകരിച്ചവരില് അവര് ജീവിക്കാൻ വേണ്ടി ആവട്ടെ, അവർക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി ആവട്ടെ, അവര് കെട്ടിപ്പടുത്തത് പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. എന്താണ് അവരുടെ ഇടയിൽ ഈ വൈദിക സമ്പ്രദായത്തിൽ അതിന്റെ സന്യാസ പരമ്പരയ്ക്കും കൊടുത്തിരിക്കുന്ന ഒരു വലിപ്പം. അതുപോലെ അറേബ്യൻ ജനങ്ങൾ വെറും കാട്ടാള വർഗത്തിന്റെ ക്രിസ്തി എന്ന് പറയത്തക്ക വിധത്തിൽ ഉള്ളവന്റെ അടിമയാകാൻ ഇന്ന് നിങ്ങൾ എല്ലാവരും അവന്റെ ചെരുപ്പ് വരെ തുടക്കാൻ നിങ്ങൾക്ക് മാനക്കേടില്ലാതെ എന്നും ഓട്ടോ. എവിടെയെല്ലാം പോയി തപ്പണോ അവിടെ എല്ലാം തപ്പി പെറുക്കി കൊണ്ടുവന്ന് താജ് കൊടുത്ത് അവന്റെ അവിടെ പോയി ഇവിടുത്തെ ഡിഗ്രി എടുത്ത് വളരെ ഒഴിഞ്ഞത്. ഇവിടുത്തെ ഈ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു കർമ്മഗതി അവനില്ല. അവൻ പോയി അവിടെ നിന്ന് പൈസയും പെറുക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇവന്റെ മുന്നിൽ വീണ്ടും പിന്നെ ഈ ബ്രിട്ടീഷ് രാജ്യം ഇവിടെ വന്നപ്പോ ഈ പാവപ്പെട്ടവനെ നോക്കിയ അവൻ അവിടുത്തെ ഇവിടെ നമ്മുടെ വൈസ്രായിയായിട്ട് വന്ന അവിടുത്തെ പാലത്തിന്റെ അടിയിൽ താമസിക്കുന്ന കൊള്ളക്കാരൻ, അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ പുച്ഛിച്ച് നോക്കിയ കണ്ണു വിട്ട് ഇവൻ ഈ പണം കൊണ്ടെങ്കിലും ഒന്ന് നോക്കാന് അത്രയെങ്കിലും ആയാൽ ഞാൻ അത്രയും വലുതായെന്ന്. അതിനാണ് ഈ വോട്ട്. ഇവിടെ നമ്മുടെ രാജ്യത്തിന് സമ്പത്തില്ല, ഈ തിന്നാനുള്ള വക പൂർണ്ണമായിട്ടില്ല. നമുക്കിവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് വെട്ടിക്കുളച്ച് നമ്മളെ രാജ്യത്തിന്റെ സമ്പത്തും സാമ്പത്തിക സ്ഥിതി വളർത്താമെന്നുള്ള ആ ധൈര്യമില്ലാത്ത മക്കളെ വളർത്തി വെച്ചിട്ട് പോട്ടെ. നമ്മൾ ഒരുമിക്കുന്നു വാസ്തവത്തിൽ ഈ അടുത്ത രാജ്യത്തുനിന്ന് അടുത്ത രാജ്യത്തേക്ക് കൊണ്ടുപോകാവുന്ന ഈ വാണിജ്യ വ്യവസായ സമ്പ്രദായം സത്യമായി നടത്താൻ നമുക്ക് കഴിയുമെങ്കിൽ 5 കൊല്ലം കൊണ്ട് ഈ പഞ്ചവത്സര പദ്ധതി കൊണ്ട് തികച്ചും ഒരു ധന്യത പ്രാപിച്ച രാജ്യമായിരിക്കും വന്നത്. ഇതിനൊന്നും പഠിച്ചവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, പണമുള്ളവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഇതറിഞ്ഞിട്ട് ഈ പാവങ്ങളെ എന്നും തീവെട്ടിക്കൊള്ള നടത്തി ഇവരെ ഭരിപ്പിച്ചും ഭരിച്ചും നശിപ്പിക്കാനുള്ള ഒരു സമ്പ്രദായത്തിന്റെ ഉടമയാണിത്. ഇത് ഞാൻ പറഞ്ഞു വന്ന് കുറച്ച് കടന്ന് അങ്ങോട്ട് പോയി പോട്ടെ, അങ്ങോട്ട് പോകണ്ട. എങ്കിലും ഇത് കാണുന്ന നമ്മൾ മിണ്ടാതിരുന്നു പോകും. ഇതിനെല്ലാം അവർ അറുതി വരുത്താൻ വീട്ടിൽ കൂടി അല്ലാതെ ഈ ഭരണകൂടത്തിൽ കൂടി നടക്കുകയില്ല. ഇവിടുത്തെ ഈ വൈദിക സമ്പ്രദായത്തിൽ കൂടി നടക്കുകയില്ല. രാജ്യതന്ത്രം മുഴുക്ക അന്യൻ്റെതും മറ്റുള്ളവരുടെയും കൂടി ചേർത്തിട്ട് പൊള്ളച്ച് ചൂട്ട് കത്തിച്ച് വെച്ച് കൊടുക്കുന്ന തീപ്പെട്ടിയാണ് ഇവര് കയ്യിൽ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നമ്മുടെ വീടും നമ്മുടെ ഓരോ വ്യക്തിയും കർമ്മം കൊണ്ട് കുശലത പ്രാപിച്ച ഒരു അറിവിന്റെ ഉടമയാകാൻ ആദ്യം കാണിച്ചു തന്നിരിക്കുന്ന ഒരു വഴിയാണ്. അല്ലാതെ ഇത് സന്യാസമല്ല. എന്നാൽ സന്യാസമാണ്. എന്തുകൊണ്ട്? ഇതിന്റെ പൂർണ്ണത എത്തുമ്പോൾ തികഞ്ഞ സന്യാസം. ജീവന്റെ ശാന്തിയാണ് ആവശ്യമെങ്കിൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ടായിരുന്നു. അവൻ അത് വേണ്ടേ വേണ്ടാന്ന് അനുഭവിച്ച് തള്ളിക്കളയുന്ന പ്രകൃതി അവനിൽ സ്വയം വരണം. അനുഭവിക്കാതെ ചാടിയിട്ടെത്താത്ത ഊളന്റെ മുന്തിരിങ്ങ കുളിക്കുന്നതെന്ന് പറഞ്ഞ ആ പ്രകൃതത്തിൽ സന്യസിക്കേണ്ടത്. സന്യാസം എന്ന് പറഞ്ഞത് അങ്ങനെയാ സന്യസിക്കാനുള്ളത്. അതെല്ലാം ഇത് ഇന്നലെ ഉള്ളു, ഇത് വേണ്ട,
അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥാശ്രമിയുടെ കയ്യിൽ നിന്ന് വരുന്ന മക്കളാണ് ഈ സന്യാസത്തിൽ യോഗ്യമാകുന്നത്. സാധിക്കില്ലേക്ക് അങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമി നമ്മുടെ കേരളത്തിലെന്നല്ല, നമ്മുടെ ഇന്ത്യയിലെന്നല്ല, ലോകത്തിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയം. അഥവാ ഉണ്ടെങ്കിൽ അതിവിടെ പറയണ്ട, അത് നമ്മുടെ ഈ മനുഷ്യലോകത്ത് പറയണ്ട, നീ പറയേണ്ടടുത്ത് പോയി പറയാൻ പറയും. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകേടിന്റെ ഇടയിൽ നമ്മൾ എന്ത് കാണിച്ചാലും ഭരിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആണ് പെണ്ണ് ചെറുത് വലുത്, നിങ്ങൾ ഈ കാര്യങ്ങൾ വേണ്ടേ വേണ്ട, അതല്ല വേണോ വേണം, ആ അറിവ് നിങ്ങൾക്കുണ്ടാകുക. ഈ അറിവിന് വേണ്ടി